ಬಂದಿರುವಂಥ ಎಲ್ಲ ಸಜ್ಜನ ಬಂಧುಗಳು, ವೇದಿಕೆಯಲ್ಲಿ ಕೂತಿರುವ ಎಲ್ಲ ಸಜ್ಜನ ಬಂಧುಗಳಿಗೂ ಪ್ರಣಾಮ ಸಲ್ಲಿಸುತ್ತಾ, ನಮ್ಮ ಗ್ರಾಮ ದೇವರು, ಸೀಮೆ ದೇವರು, ಹಾಗೆ ಈ ವ್ಯಾಪ್ತಿಯಲ್ಲಿ ಬರುವಂಥ ಎಲ್ಲ ಸಮಸ್ತ ದೈವ ದೇವರುಗಳು, ಹಾಗೆ ಎಲ್ಲ ಧರ್ಮದವರ ಆರಾಧನಾ ಕ್ಷೇತ್ರದಲ್ಲೂ ಪ್ರಾರ್ಥಿಸುತ್ತಾ, ನಮ್ಮ ಪೆರ್ನೆ ಅಂತ ಹೇಳುವ ಗ್ರಾಮಕ್ಕೆ MRPLನವರ ಮುಖಾಂತರ ಒಂದು ಪೆಟ್ರೋಲ್ ಪಂಪ್ ಅಂತ ಇಂಗ್ಲೀಷಲ್ಲಿ ಹೇಳ್ತಾರೆ, ಇಂಧನ ಔಟ್ಲೆಟ್ ಅದನ್ನೊಂದು ಕಲ್ಲಡ್ಕ ಸಿಂಗಾರಿ ವಿಡಿ ಗ್ರೂಪ್ನವರು ಹೊಸತ ಒಂದು ಉದ್ದಿಮೆಯನ್ನು ಆರಂಭ ಮಾಡಿರುತ್ತಾರೆ. ನಾವು ಗ್ರಾಮಸ್ಥರು, ಊರ ಪರವೂರ ಎಲ್ಲರೂ ಸೇರಿ ಇದಕ್ಕೆ ಪ್ರೋತ್ಸಾಹ ಕೊಡಬೇಕು, ಅವರ ವೃತ್ತಿಯಲ್ಲಿ ಅಭಿವೃದ್ಧಿ ಹೊಂದಬೇಕು, ಅದೇ ರೀತಿ ಸತ್ಯ ಧರ್ಮದಲ್ಲೂ ನಡೆಯಬೇಕು ಅಂತ ಹೇಳುವಂಥದ್ದು ನಮ್ಮದೊಂದು ಪ್ರಾರ್ಥನೆ. ಈ ವೃತ್ತಿಯಲ್ಲಿ ಇಳಿದ ಅವರ ಎಲ್ಲ ಇದಕ್ಕೆ ಸಂಬಂಧಪಟ್ಟ ಎಲ್ಲ ಕಾರ್ಯಕರ್ತರಿಗೂ ದೇವರು ಒಳ್ಳೆಯದು ಮಾಡಲಿ, ಅವರ ವೃತ್ತಿಯಲ್ಲಿ ಯಶಸ್ಸನ್ನು, ಅಭಿವೃದ್ಧಿಯನ್ನು, ಕೀರ್ತಿಯನ್ನು ಗಳಿಸಿ ಉತ್ತರೋತ್ತರ ಅಭಿವೃದ್ಧಿ ಮಾಡಲಿ ಅಂತ ಹೇಳಿ ಪ್ರೋತ್ಸಾಹ ಕೊಡಬೇಕು ಅಂತ ಹೇಳಿ ವಿನಂತಿ. മഹാന്മാരായ സയ്യിദ് ഇബ്രാഹിം പൂക്കുഞ്ഞി തങ്ങൾ ഉദ്യാവറ, സയ്യിദ് മസ്ഊദ് തങ്ങൾ അടക്കമുള്ള സാദാത്തുക്കളുടെ നേതൃത്വത്തിൽ ഹൈന്ദവ ക്രൈസ്തവ നേതാക്കളുടെ കാർമ്മികത്വത്തിലായി നമ്മുടെ പ്രിയപ്പെട്ട സുലൈമാൻ ഹാജി സിംഗാരി, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം നമ്മുടെ നാടിൻ്റെ ഭാഗത്ത് ഒരുപാട് പാവങ്ങൾക്ക് നല്ല ജോലി നൽകി അവരുടെ കുടുംബാംഗങ്ങളിൽ സന്തോഷം നൽകാനുള്ള പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. ഉണ്ടാകുക എന്നത് വളരെ പ്രയാസമുള്ള ഒരു കാലഘട്ടത്തിൽ അത് പ്രൈമറിയും ഹൈസ്കൂളും ശേഷം PUCയിലുള്ള വിദ്യാഭ്യാസം നൽകുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട സുലൈമാൻ ഹാജി മുഖേന ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ ഈ വിദ്യാഭ്യാസ, സാമൂഹിക, സാംസ്കാരിക പ്രവർത്തനങ്ങളെ മുൻനിർത്തിക്കൊണ്ട് കർണാടക സ്റ്റേറ്റ് രാജ്യപ്രശസ്തി അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ടാർഗറ്റ് സമൂഹത്തിന് ഉപകരിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുക എന്നതാണ്. അദ്ദേഹത്തിൻ്റെ സഹായം കിട്ടാത്ത ആരും ഇല്ല. ഇവിടെ തുടക്കത്തിൽ മൗലിദ് ഓതി മഹാനായ ഉദ്യാവറം തങ്ങൾ ദുആ ചെയ്യുന്നതിൻ്റെ മുമ്പ് പറഞ്ഞ ഒരു വാക്ക്, ചെറുതാണെങ്കിലും വലുതാണെങ്കിലും സുലൈമാൻ ഹാജിൻ്റെ സഹായങ്ങൾ കിട്ടാത്ത ഒരാളും ഇല്ല എന്നതാണ്. ആ രൂപത്തിൽ കണ്ണീരൊപ്പുന്ന പ്രവർത്തനങ്ങൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖൈറുൻ നാസ്, ജനങ്ങളിൽ ഏറ്റവും ഉപകാരമുള്ളവർ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൻഫഉഹും ഇലന്നാസ്, ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവരാണ് എന്നതാണ്. ഇവിടെ കേവലം ഒരു പെട്രോൾ പമ്പ് താജ് ഫ്യൂൽ സെന്റർ എന്ന പേരിൽ ഇവിടെ നടത്തുമ്പോൾ അദ്ദേഹം അതും ഒരു സാന്ത്വന പ്രവർത്തനങ്ങളായി കാണുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗമാണ് ഈ രൂപത്തിൽ ഇവിടെ നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് മുസ്ലിം നേതാക്കളും ഇവിടെ വന്നത്, ഹൈന്ദവ നേതാക്കളും വന്നത്, ക്രൈസ്തവ നേതാക്കളും വന്നത്. മഹാനായ ഉദ്യാവർത്തങ്ങൾ അടക്കമുള്ള സാദാത്തുക്കൾക്കറിയും അദ്ദേഹത്തിൻ്റെ ബന്ധം കേവലം മുസ്ലിമീങ്ങളോട് മാത്രമല്ല, ജാതി, മത, വർഗ, ഭാഷ, ദേശ വ്യത്യാസമുണ്ട്, എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ ഒരു സഹായം, ഒരു സപ്പോർട്ട് ഉണ്ടാകാറുണ്ട്. ആ രൂപത്തിലുള്ള ബന്ധം കൂടിയാണ് അദ്ദേഹം. ആ രൂപത്തിൽ ഈ സംരംഭം വലിയ നിലയിൽ എത്തിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ താജ് ഫ്യൂൽ സെന്ററിന് ദാറുൽ ശരിയ സ്ഥാപനത്തിൻ്റെ എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് നമ്മുടെ മുത്തുപേട്ട ലബ്ബ സാഹിബ് അവർകൾ നമ്മുടെ വേദിയിലുണ്ട്. എല്ലാവർക്കും സന്തോഷങ്ങൾ ഒന്നുകൂടി അറിയിച്ച് വാക്കുകൾക്ക് വിട. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ಇಲ್ಲಿ ಬಂದ ಮುಸ್ಲಿಮರಿಗೆ ಎಲ್ಲರಿಗೂ ನಮಸ್ಕಾರ, ಪ್ರೀತಿ. ಹೇಳಿದರೆ ಇಲ್ಲಿ ನಮ್ಮ ಸಿಂಗಾರಿ ಹಾಜಿಯವರ ಒಂದು ಸಂತೋಷ ಸ್ಥಳದಲ್ಲಿ ನಾವೆಲ್ಲರೂ ಬಂದಿದ್ದೇವೆ. ಅತಿ ಆಶೀರ್ವಾದದಿಂದ ನಾವೆಲ್ಲರೂ ಬಂದು ಒಳ್ಳೆಯ ಒಂದು ಪೆಟ್ರೋಲ್ ಪಂಪ್ ಇಲ್ಲಿ ಅವರು ನಿರ್ಮಿಸಿದ್ದಾರೆ. ಅದು ನಮ್ಮ ಊರವರ ಸಹಕಾರದಿಂದ ನಾವೆಲ್ಲರೂ ಒಂದು ಒಟ್ಟಿಗೆ ಸೇರಿ ಇದು ಒಂದು ಸುಪ್ರದಮಾಯ ಒಳ್ಳೆಯ ಒಂದು ಪೆಟ್ರೋಲ್ ಪಂಪ್ ಆಗಲಿ, ದೇವರು ಅದಕ್ಕೆ ಅನುಗ್ರಹ ಮಾಡಲಿ ಎಂದು ಪ್ರಾರ್ಥಿಸಿಕೊಂಡು ನಾನು ನಮಸ್ಕಾರ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി അജ്മഈൻ. അമ്മാ ബഅദ്. സുദീർഘമായി പ്രസംഗിക്കാനുള്ളതല്ല, ആ വേദിയുമല്ല. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ഈ നാടിൻ്റെ വലിയൊരു ആവശ്യം സിംഗാരി സുലൈമാൻ ഹാജി റൂറൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദൗത്യം പൂർത്തീകരിച്ചു. അല്ലാഹു ഇനിയും
നാടിൻ്റെ പുരോഗതിക്ക് എവിടെയൊക്കെ ദീൻ്റെ ഖിദ്മത്തിന് അത് ഉപയോഗപ്പെടുത്താൻ പറ്റുമല്ലോ അതിനെല്ലാം തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് സാന്ദർഭികം ദുആ ചെയ്യുന്നു. വേദിയിലുള്ള സയ്യിദന്മാർ, അതുപോലെ ആലിമീങ്ങൾ, ഹൈന്ദവ ക്രൈസ്തവ മതാചാര്യന്മാർ, അതുപോലെ മുഹിബ്ബീങ്ങളാകുന്ന സഹപ്രവർത്തകർ, ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചര്യ പിൻപറ്റി ജീവിക്കുന്നവരാണ് മുസ്ലിം വ്യക്തികളാവുന്ന മുസ്ലിമീങ്ങൾ. അതിൽ മതത്തിൽ കൂടെ സാമ്പത്തികവും കൂടി വേണമെന്നുള്ളൊരു ആശയം ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ ഉണ്ട്. ആദ്യമായിട്ട് ഇസ്ലാമിൽ കച്ചവടം നടക്കുന്ന രീതി വരുന്നത് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖദീജ ബീവി നിക്കാഹ് കഴിഞ്ഞ ഉടനെ എൻ്റെ എല്ലാം സ്വത്ത് അവിടത്തേക്ക് ഹദിയ ചെയ്യുന്നു എന്ന് പറഞ്ഞ് ആ തുടങ്ങിയ ഇസ്ലാമിൻ്റെ കച്ചവടം അവിടുന്ന് തുടക്കം കുറിക്കുന്നു. ആ കച്ചവടത്തെ മൂന്നായി ഭാഗിക്കുന്നു. ഒന്ന് മഈശത്ത് അഥവാ അവൻ്റെ കുടുംബജീവിതം മാറ്റും, പിന്നൊന്ന് ജനസേവനത്തിൽ ധനികനും ഫക്കീറും എല്ലാം മുസ്ലിം വിശ്വാസപ്രകാരം മേലായ റബ്ബ് തരുന്ന എന്ന അടിസ്ഥാനത്തിൽ അത് ധനികന് ആ രൂപം കൊടുക്കണം എന്നുള്ള രൂപം. പിന്നൊന്ന് ബൈത്തുൽ മാൽ, ഇവിടെ ഉണ്ടാവാറില്ല, ഗൾഫുകളിൽ ഇസ്ലാമിക ഭരണകാലത്ത് ഉണ്ടാവും, പൊതുസമൂഹം മൊത്തത്തിൽ പോകുന്ന രീതി അഹ്ലു ബൈത്തിന് പറഞ്ഞ അങ്ങനെ മൂന്നായത് രീതിയിൽ കച്ചവടത്തെ തിരിച്ചു. അൽഹംദുലില്ലാഹ് ആ പിൻപറ്റയാണ് അതങ്ങനെ താപിയ വന്ന് ഈ കാലഘട്ടത്തിലെ മുസ്ലിം വ്യാപാരികൾ അതിനെ പിന്തുടർന്നു. മുസ്ലിം വിശ്വാസപ്രകാരം മേലായ റബ്ബാണ് ഒരുത്തനെ ധനികനാക്കുന്നതും ഫക്കീറാക്കുന്നതും ഇൽമുള്ളവനാക്കുന്നതും ഇൽമില്ലാത്തവനാക്കും എല്ലാം അല്ലാഹുവാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാഹ് സിംഗാരി സുലൈമാൻ ഹാജിയാർ വ്യക്തിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ അശ്അരി ഉസ്താദ് പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം കൊണ്ട് അനുഗ്രഹിച്ചു, സാമ്പത്തികം കൊടുത്തു. ആ സാമ്പത്തികം കൊടുത്തെന്ന് മാത്രം പോരാ, അതിൽ ഏറ്റവും കൂടുതൽ അവർ എടുത്ത നയം എന്താണ്? ഈ സമ്പത്ത് എനക്ക് ഉപകാരപ്പെടണം, ബാക്കിയുള്ള ജനങ്ങൾക്കും കൂടി ഉപകാരപ്പെടണം എന്നുള്ള ആ വിവരം, അതാണല്ലോ ഏറ്റവും വേണ്ട വിവരം. കുറേ ഇൽമ പഠിച്ചിട്ടുണ്ടാവും, പല രൂപത്തിലും പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ കിട്ടിയ സമ്പത്തുകളും പൊതുജനത്തിന് എന്തെല്ലാം എന്നെ കൊണ്ട് സേവനം ചെയ്യാൻ പറ്റും എന്നുള്ള ആ വിവരം നല്ലവണ്ണം ഉൾക്കൊള്ളുന്ന വ്യക്തിയാണ് ബഹുമാനപ്പെട്ട സുലൈമാൻ ഹാജിയാർ. ഈ ഒരു പ്രത്യേകിച്ച് ഇതിൻ്റെ എനിക്കെടുത്ത് പറയാനുള്ളത്, ഈ സ്ഥാപനത്തിൻ്റെ പേരിൽ തന്നെ ആ സുലൈമാൻ ഹാജിയാരുടെ എല്ലാ വിഷയത്തിലും അദബും ഗുരുത്തുണ്ട് എന്നുള്ളതാണ്. കാരണം ബഹുമാനപ്പെട്ട നമ്മളെല്ലാം ഷെയ്ഖ് ഈ കർണാടകയിൽ വർഷങ്ങൾക്ക് മുമ്പ് മതഭൗതിക സാമൂഹിക നേതൃത്വത്തിൽ നിന്ന ബഹുമാനപ്പെട്ട താജുൽ ഉലമ അസ്സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഉള്ള ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്, ഇവരെ ഹൈന്ദവർ ക്രൈസ്തവർക്ക് വലിയ ഗുരുക്കൾ എന്നാണ് വിളിക്കാറുണ്ടാവുക, അറിയുന്ന സാന്ദർഭികം ഓർമ്മപ്പെടുത്തുന്നു. ആ താജുൽ ഉലമ കൂടെയാണ് ഇവിടെ ദീൻ വളർന്നത്. ആ സമയത്ത് തന്നെ സാമ്പത്തികപരമായിട്ട് അന്നത്തെ അബ്ദുള്ള കുഞ്ഞ, ഏനപ്പോയ അബ്ദുള്ള കുഞ്ഞ, അവർ ഹാജിയാർ അവരോടൊക്കെ ബന്ധം വെച്ച് നിങ്ങൾ സമൂഹത്തിന് ഉപകാരപ്പെടണമെന്നെല്ലാം പറഞ്ഞ് അന്നത്തെ കാലത്ത് ബാക്കിയുള്ള മെഡിക്കൽ കോളേജിനും ഇതിനെല്ലാം നേതൃത്വം തന്നു. അന്നേരം പറഞ്ഞു, സമ്പത്ത് അല്ലാഹു തന്നു, ഈ സമ്പത്ത് എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്ന് അവിടുന്ന് പഠിപ്പിക്കുകയുണ്ടായി. അത് ദീൻ്റെ ഖിദ്മത്തിൽ ആ രൂപത്തിൽ അതിൽപ്പെട്ടൊരു വ്യക്തിത്വം കൂടിയാണ് ബഹുമാനപ്പെട്ട സുലൈമാൻ ഹാജിയാർ. അത് കേവലം വെറും മനസ്സുകൊള്ള മാത്രം ആയതല്ല, അത് എല്ലാം ഓരോ ജീവിതത്തിൽ കൊണ്ടുവന്നുള്ളതിൻ്റെ ഒരു പേരാണ് താജ് എന്നുള്ളത്. അവരെ വീട്ടിലും താജുൽ ബൈത്ത്, ഇവിടത്തേക്ക് വരുമ്പം താജ് ഫ്യൂവൽസ് ഉണ്ട്. അതെൻ്റെ എൻ്റെ ഉയർച്ച എൻ്റെ ഒരു ആത്മീയ നേതാവാണ്. ആ നേതാവിൻ്റെ നോട്ടം മുസ്ലിം വിശ്വാസപ്രകാരം അത് എല്ലാത്തിലും ഉണ്ടാകും എന്ന അടിസ്ഥാനത്തിൽ ഇതിൻ്റെ പേരിൽ വരെ അത് ഉപയോഗപ്പെടുത്തി എന്നുള്ളത് അൽഹംദുലില്ലാഹ് സാന്ദർഭികം
ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ഖിയാമം വരുന്ന സന്താനങ്ങളിൽ അള്ളാഹു നിലനിർത്തി തരട്ടെ. ആമീൻ. ഇന്ന് സാന്ദർഭികം ദുആ ചെയ്യുന്നു. അൽഹംദുലില്ലാഹ്. അപ്പം തന്ന സമ്പത്ത് ഇപ്പോൾ മതമൈത്രി എന്ന് പറയുന്നത്, ഇവിടെ ഇപ്പോൾ ഹൈന്ദവറുണ്ട്, ക്രൈസ്തവറുണ്ട്, എല്ലാവരും മതമൈത്രി എന്ന് ഉൾക്കൊള്ളുന്ന എന്താണ്? അവനവൻ്റെ മതസ്ഥലത്ത് പോയി ഹൈന്ദവനെ മുസ്ലിം പള്ളിയിൽ ക്രൈസ്തവരെ വിളിക്കലല്ല. അതല്ല മതമൈത്രി. അതെവിടെയും ഇല്ല. മതാചാര്യം ചെയ്യേണ്ടത് അവനവൻ്റെ മതക്കാർ മുസ്ലിമിൻ്റെത്, ഹൈന്ദവർ, ക്രൈസ്തവർ. അത് ആ മത ചർച്ചിൽ, പള്ളിയിൽ, അമ്പലത്തിൽ അതങ്ങനെ നടക്കണം. ശേഷമുണ്ടാകുന്ന സാമ്പത്തിക രീതിയും സാന്ത്വനത്തിലും ഇവിടെയാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യ യാഥാർത്ഥികമായി നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്. മസ്ജിദുൻ നബവിയിൽ എല്ലാത്തിനും മുസ്ലിം വിശ്വാസപ്രകാരം അവിടുത്തെ ജുമുഅ നിസ്കാരമൊക്കെ നടക്കുന്നുണ്ട്. ശേഷം അതേ മതസാമൂഹികത്തിന് നേതൃത്വം നൽകുന്നു. അതിലേതൊക്കെയാണ്? ഒന്ന് സാന്ത്വനപരമായ രോഗം വിഷയത്തിലേക്ക് ഇടപെടുന്നു, സഹായം നൽകുന്നു. അതേ ഏത് സമൂഹത്തിനാണെങ്കിലും വീടില്ലാത്തവർ, അതുപോലെ മറ്റുള്ള കുടിവെള്ളം, അങ്ങനെ അടിസ്ഥാന സൗകര്യമില്ലാത്തവർക്ക് അതിനും അവരുടെ ഇടപെടൽ നടത്തുന്നു. അതുപോലെ തന്നെ ബാക്കിയുള്ള സാന്ത്വനപരമായി നടക്കേണ്ട കാര്യങ്ങളിലൊക്കെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇടപെടൽ ഉണ്ടാകുന്നു. ആ താബിയാണ് ഈ കാലഘട്ടത്തിൽ മുസ്ലിം ജനങ്ങളും ചെയ്യേണ്ടത്. അത് തന്നെയാണ് സന്ദേശമായി ഞാനും നിങ്ങൾ ഉൾക്കൊള്ളേണ്ടത്. അല്ലാതെ അമ്പലത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയത് കൊണ്ട് അതൊരു മതമൈത്രിയല്ല. നമ്മൾ സാമ്പത്തികപരമായിട്ടുള്ളതും അതുപോലെ വിദ്യാഭ്യാസപരമായിട്ടുള്ളതും സാന്ത്വനപരമായിട്ടുള്ളതും അതെല്ലാം പൊതുസമൂഹം തന്നെയാണ്. അതിൽ മതവിദ്വേഷം പാടില്ല. അത് ശരിയല്ല. അതാണല്ലോ നമ്മൾ ഇന്ത്യ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സന്ദേശം, മതേതരത്വം. അല്ലാഹു അത് ഖിയാമം വരെ നിലനിർത്തി തരട്ടെ. നമ്മളെ മക്കളിൽ അല്ലാഹു നിലനിർത്തി തരട്ടെ. സാന്ദർഭികം നിങ്ങൾ ഓർമ്മപ്പെടുത്തേണ്ടത്, ഈ പ്രത്യേകിച്ച് ഇതിൻ്റെ താജ് ഫ്യൂൽസിൻ്റെ ആൾക്കാരോട് പറയാനുള്ളത്, ഞാൻ കുറേ യാത്ര ചെയ്യുന്നവനാണ്. അത് യാത്ര ചെയ്യുന്ന അറിയിക്കുന്നതല്ല. ഇൻഷാ അല്ലാഹ് വൈകാതെ ടീ ബ്രേക്ക് എന്നിട്ട് ഇസ്തിറാഹത്ത് എന്ന് പറയും അറബിയിൽ. അതിവിടെ വരണം. ആർക്കും ഇനി മുസ്ലിം അവർക്കാണെങ്കിൽ അതിൻ്റെതായ രീതി അത് ഏതായാലും ഉപയോഗപ്പെടുത്താം. ഒന്ന് അതിന് നിസ്കരിക്കാനുള്ളതും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ അത് ചായൻ്റെ പറഞ്ഞു. അങ്ങനെ രണ്ട് വണ്ടിയായി ബന്ധപ്പെട്ട ഞാൻ പറയാം, ആഡ് ബ്ലൂ എന്ന് പറഞ്ഞൊരു സാധനം ഇപ്പം തുടങ്ങി. അത് നമ്മളെപ്പോലത്തവനൊക്കെ നല്ലവണ്ണം അനുഭവിക്കുന്നുണ്ട്. ഇവിടെ എവിടെയില്ല. ഒന്ന് നിങ്ങളെ മംഗലാപുരത്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഭാഗത്ത് എവിടെയില്ല. അത് നമ്മളെ ഇപ്പോഴത്തെ BS6 എഞ്ചിനുള്ളവർക്കെല്ലാം അതിനെപ്പറ്റി വിവരം ഉണ്ടാവുമായിരിക്കും. ബോധ്യപരമായ വിവരങ്ങളോട് അറിയിക്കണം. ഫ്രീ എയറിൻ്റെ പോലെ അത് ഫ്രീ ആയിട്ട് കൊടുക്കണം എന്ന് പറയുന്നില്ല. ആഡ് ബ്ലൂ പറഞ്ഞൊരു സാധനം അത് അറിയുമായിരിക്കും, എനിക്ക് അറിവില്ല, എന്നാലും പറയാം. അത് എന്താ ഇന്ത്യ ഗവൺമെൻറ് BS4 എഞ്ചിന് മാറ്റിയിട്ട് BS6 അഥവാ പൊല്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരുതരം കെമിക്കൽ ഐറ്റംസ് ഈ പെട്രോളിൽ ഒഴിക്കുമ്പോൾ അതിൻ്റെ ഫലം കിട്ടുമെന്ന് പറഞ്ഞ് ജർമ്മനിൽ നിന്ന് പഠിച്ചുണ്ടാക്കി ഒരു ഫ്യൂവൽ ഇറക്കപ്പെട്ടാണ്. പിന്നെ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നുണ്ട് ഇന്ത്യക്കാരനെ. അപ്പോൾ അത് ഈ 5 ലിറ്ററും 10 ലിറ്ററും ക്യാനായിട്ടാണ് കിട്ടുക. അത് പകരം ഫില്ലിംഗ് ആയിട്ട് നിങ്ങൾ കൊണ്ടുവന്നാൽ നമ്മളെപ്പോലത്തെ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ പറയണമല്ലോ, കാരണം ഇതില്ല, പിന്നെ ഇവിടെ വുട്ടിയില്ല ഉള്ളതോർത്ത് പറയാം. പിന്നെ നിങ്ങളെ ആകെ ഉള്ളത് ഭാരത് പെട്രോളിയത്തിൽ തൊക്കോട്ടിലുള്ള ഒരു ഭാരത് പെട്രോൾ HP മാത്രമേ ഉള്ളൂ. ഈ സെക്ടറിൽ എവിടെയില്ല. എല്ലാം 10 ലിറ്ററും 50 ലിറ്ററാണ്. അത് ഫില്ലിംഗ് പോയിൻ്റായിട്ട് പ്രത്യേകിച്ച് ഇത് ബാംഗ്ലൂർ ഹൈവേ ഇനി വരാൻ പോകുന്ന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ പണി, അതെല്ലാം ഉപകാരപ്പെടും ഇൻഷാ അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇനിയും തന്ന സമ്പത്ത് അവനവൻ്റെ കുടുംബത്തിനെ പോറ്റാൽ ഒന്ന് നിർബന്ധമാണ്. അത് വേറെ ആരും വരില്ലല്ലോ. ആ സമ്പത്ത് കൊണ്ട് ബാക്കിയുള്ള ജനങ്ങളുടെ അവരുടെ കുടുംബം പോറ്റിപ്പിക്കാനും അതുപോലെ വിദ്യാഭ്യാസപരമായിട്ടും അതുപോലെ ബാക്കിയുള്ള സാന്ത്വനപരമായി കൊണ്ടു നടക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. അതുമാത്രമേ നമ്മുടെ ജീവിതത്തിലുണ്ടാവുകയുള്ളൂ. ഏത് വിഭാഗക്കാർ മരണപ്പെട്ടു കഴിഞ്ഞാലും അവരവരെ വിശ്വാസപ്രകാരം, നമ്മുടെ വിശ്വാസപ്രകാരം ഖബറാണ്, ഇവരുടെ വിശ്വാസപ്രകാരം അവരുടെ ദേവസ്ഥാനത്തേക്ക് പോകും എന്നുള്ളതാണ്. ഏതായാലും ആരും ഇവിടെ ഏത് കെട്ടിടവും കൊണ്ടുപോകൂല. ചെയ്ത നന്മകളെ ഇവിടെ ബാക്കി ഉണ്ടാവുകയുള്ളൂ. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമം വരുന്ന മക്കളിൽ അല്ലാഹു നിലനിർത്താൻ തൗഫീഖ് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ദ്വാരക്കാനാണ്.
الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. رب اغفر لي آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. ഇവിടെ വേറൊരു ഇതും കൂടിയുണ്ട്. 3 മതത്തിന് പുറമെ 3 സ്റ്റേറ്റിൻ്റെ ആൾക്കാർ ഇവിടെ ഉണ്ട്. തമിഴ്നാടുണ്ട്, കേരളമുണ്ട്, കർണാടക ഉണ്ട്. അല്ലാഹു തആല എല്ലാവരെയും കൊണ്ടെടുക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. മാഷാ അല്ലാഹ്. മുത്തുപ്പേട്ട അവിടെ വലിയ ദർഗയുണ്ട്, ദാവൂദുൽ ഹക്കീം. ഒന്ന് സഹാബിയ എന്ന് പറയപ്പെടുന്നുണ്ട്, അല്ല നബിയ എന്ന് പറയപ്പെടുന്നുണ്ട്, താബിയ എന്ന് പറയപ്പെടുന്നുണ്ട്. എന്നാൽ നമ്മളൊക്കെ റസൂലുള്ളാഹിന്റെ മുമ്പത്തെ കാലത്ത് വന്നെന്ന് പറയപ്പെടുന്നുണ്ട്. അല്ലാഹു അഅലം. ഏതായാലും ഇരിക്കട്ടെ, ആ നിലക്കുള്ള ദർജ അവിടെ ഉണ്ട്. അവിടുത്തെ വലിയ നമ്മളെ താജുൽമനൊക്കെ പോയ വലിയ ബഹുമാനമുള്ളൊരു നാടാണ്. അവിടെ ഏനപ്പോയ അബ്ദുള്ള കുഞ്ഞാചാർ ഉണ്ട് എൻ്റെ ഓർമ്മ. അവിടെ അല്ലേ ഏനപ്പോയ ഗസ്റ്റ് ഹൗസ് അവിടെ ഉണ്ട്. താജുൽമ പറഞ്ഞതിൻ്റെ അടുത്ത് എൻ്റെ ഒരു ഓർമ്മ ഉണ്ട് അവിടെ. മാഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാന്റെ ബർക്കത്ത് കൊണ്ട് ഇവിടെ അല്ലാഹു ഫതഹാക്കി കൊടുക്കട്ടെ. അവരൊക്കെ ബന്ധം വെച്ച് വന്നവരാണ്. സിംഗാരാജിയുള്ള ആ ബന്ധം മാഷാ അല്ലാഹ് മനസ്സിലാക്കേണ്ടത്. തമിഴ്നാട് നിന്നും വരാമെന്ന് പറഞ്ഞാൽ അവിടെ നിന്നും വരുന്നത് വെറും വിളിച്ചുകൊണ്ട് ഇപ്പോൾ വരാം. പൈസ കൊടുത്ത 10,000 50,000 കൊടുത്ത് വരാതില്ല. ഇപ്പോൾ എല്ലാവർക്കും അതിൻ്റെതായ കഴിവുണ്ട്. പക്ഷേ അതിനോടുള്ള മനസ്സെന്ത് അവർ കാണിക്കുന്ന ആ സ്നേഹമാണ്. ആ സ്നേഹം അല്ലാഹു എല്ലാവർക്കും നിലനിർത്തി തരട്ടെ എന്ന് ദുആ ചെയ്യുന്നു. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آله سيدنا مولانا محمد. اللهم صل على سيدنا محمد لذة بقاء الخاشعين وهمة نشاط العابدين وهجة أهل اليقين ونور بصيرة الواصلين رائد المقربين إلى حضرة الشهود والتمكين وعلى آله وصحبه وسلم. اللهم صل بلغ مثل ثباب ما قرأناه وما صليناه وما سلمناه وما مدحناه هدية واصلة ورحمة نازلة وبركة شاملة بعد القبول منا وليلى حضرة الروح نبينا وشفيعنا مصطفى محمد صلى الله عليه وسلم وإلى حضرة أصحاب البدريين ولسائر الصحابة والقرابة كلهم أجمعين خاصة إلى حضرة قطب الأقطاب الشيخ محي الدين عبد القادر الجيلاني قدس الله سره النزيد وإلى حضرة أحمد الكبير الرفاعي قدس الله سره النزيد وإلى إبراهيم الدسوقي قدس الله سره النزيد وإلى أحمد البدوي قدس الله سره النزيد وإلى سلطان حمد خادم معين الدين جستي الجميلي قدس الله سره النزيد وإلى شعو الأمين الناولي قدس الله سره النزيد وإلى إبراهيم باس إربدي قدس الله سره النزيد وإلى داود الحكيم الطفيطة قدس الله سره النزيد وإلى قطب الزمان سيد شريف المدن العالمي قدس الله وإلى قطب الزمان سيد مولى الدبين منفرمي قدس الله سره وإلى حضرة جلال الدين بخاري قدس الله سره وإلى حضرة مولى البخاري قدس الله وإلى إسماعيل البخاري قدس الله وإلى شيخ الجفري قدس الله وإلى محمد جمل الليلي قدس الله سره النزيد وإلى حضرة شيخنا مرشدنا تاج العلماء السيد عبد الرحمن البخاري قدس الله أبي قرة السادات سيد فضل القائم البخاري قدس الله سره النزيد وإلى حضرتي سائر أولياء الله تعالى مشارق الأرض إلى مغاربها صغير وكبير ذكر وأنثى كلهم أجمعين. اللهم بحقهم وبجاههم يسر عسيرنا وسهل أمورنا وقض هوائجنا واشف أمراضنا وأمراض من مرضانا وأمراض من أوصانا يا شافي الأمراض. اللهم بارك لنا في جميع أمورنا خصوصا في اجتماعنا وفي أمرنا هذا كما باركت على عبادك الصالحين. اللهم ادفع شر الكافرين والمنافقين والظالمين والنمامين والعائن والساهرين يا خفي الألطاف. اللهم إنا نعوذ بك من جهد البلاء
ودرك الشقاء وسوء القضاء وشماتة الأعداء. اللهم احسن عاقبتنا في الأمور كلها وأجرنا من خزي الدنيا وعذاب الآخرة. ഓതിയതിൻ്റെ മിഥല ധവാബ് മുഴുവൻ ഞങ്ങളത് മരണപ്പെട്ടവയ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തിന്റെ ഹദറത്തിൽ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. പ്രത്യേകിച്ച് ഈ പറയപ്പെട്ട മശായിഖന്മാരുടെ ഹദറത്തിലേക്ക് ഞങ്ങൾക്കെല്ലാം നേതൃത്വം താജുൽ ഉലമ ശേഷം ഖുർറത്തു സാദാത്ത് അവരെല്ലാം ഹദറത്തിലേക്ക് ഇതിൻ്റെ മിഥല ധവാബ് റബ്ബെ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അവരെല്ലാം മക്ക ജാഹ് ബർക്കത്ത് കൊണ്ട് റബ്ബെ ഇവരെല്ലാം കച്ചവടത്തിൻ്റെ ബിസിനസ് എല്ലാം തുടങ്ങിയ സംരംഭങ്ങളിൽ നീ ഫതഹ് നൽകണം അല്ലാഹ്. തുടങ്ങാൻ പോകുന്നതിൽ നീ ഫതഹ് നൽകണം റഹ്മാനെ. റബ്ബെ നീ സലാമത്താക്കി കൊടുക്കണം അല്ലാഹ്. തൊഴിലാളി മുതലാളി തമ്മിലുള്ള ഐക്യം നീ നിലനിർത്തി കൊടുക്കണം റഹ്മാനെ. തമ്മിൽ നീ ഫിർഖത്തോ ഭിന്നിപ്പോ നീ നൽകല്ല അല്ലാഹ്. എന്നും അവർ തമ്മിലുള്ള ഐക്യം നീ നിലനിർത്തി കൊടുക്കണം റഹ്മാനെ. അന്യവരുടെ മുതൽ ആഗ്രഹിക്കുന്ന കൂടെ നീ ഉൾപ്പെടുത്തല്ല അല്ലാഹ്. റബ്ബെ കളവ് പോകുന്നിടത്തോട്ട് നീ സലാമത്താക്കി കൊടുക്കണം റഹ്മാനെ. സാമ്പത്തികമായിട്ടുള്ള ആ ശുദ്ധി തഖ്വ ഇവർക്കും ഞങ്ങൾക്കും നീ നൽകണം റഹ്മാനെ. സാമ്പത്തിക ശുദ്ധി നിലനിർത്തി കൊടുക്കണം റഹ്മാനെ. സാമ്പത്തിക ശുദ്ധി നിലനിർത്തി കൊടുക്കണം റഹ്മാനെ. അന്യവരുടെ മുതൽ കളവ് പോകുന്ന കക്കുന്ന രൂപത്തിലോ അല്ലെങ്കിൽ അത് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലോ ഇവരെ മുതലാളി തൊഴിലാളി ഉള്ളവർക്കോ ഞങ്ങളിൽ മക്കൾ ഖിയാം വരുന്ന മക്കളിലോ നീ നൽകല്ല അല്ലാഹ്. നീ സലാമത്താക്കി കൊടുക്കണം റഹ്മാനെ. അബേ ഹൈന്ദവ ക്രൈസ്തവരെല്ലാം വന്നിട്ടുണ്ട്. അവരെ ചെയ്യുന്ന ദീന്റെ അവർ ചെയ്യുന്ന പ്രവർത്തനത്തിൽ നീ ഫതഹ് നൽകി കൊടുക്കണം റഹ്മാനെ. അവരുടെ മതപ്രകാരം ചെയ്യുന്ന അവരുടെ കാര്യങ്ങൾ നീ സലാമത്താക്കി കൊടുക്കണം അല്ലാഹ്. അബ്ബേ സൗഹാർദ്ദം നടത്തി തരണം റഹ്മാനെ. അബ്ബേ മതങ്ങൾക്കുള്ള ഒരു വിദ്വേഷം നമ്മളെ ഖിയാമം വരുന്ന മക്കളിൽ നൽകല്ല അല്ലാഹ്. അവനവന്റെ ദീൻ കൊണ്ട് പ്രവർത്തിക്കുന്ന കൂടെ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. അതിലെല്ലാം ഞങ്ങളെ ഖിയാമം വരുന്ന മക്കൾ നീ ഉൾപ്പെടുത്തണം അല്ലാഹ്. നീ സലാമത്താക്കി തരണം റഹ്മാനെ. ഇതിനു വേണ്ടി ഈ പരിപാടിക്ക് വേണ്ടി ആഹോരാത്രം പ്രവർത്തിച്ച് ഇതിന്റെ സഹപ്രവർത്തകർ, ഇതിന് പ്രവർത്തിക്കുന്ന ഇതിന്റെ ജോലിക്കാർ, അതുപോലെ ഇതിന്റെ അക്കൗണ്ട്സും മീഡിയയും ബന്ധപ്പെട്ടവർ, അതുപോലെ ഇതിന്റെ കുടുംബക്കാർ, മരിയക്കൾ, കൂട്ടുകുടുംബക്കാർ, അവർക്കെല്ലാം ഇതിന് പ്രവർത്തിച്ചതിനെല്ലാം നീ ഫതഹ് നൽകി കൊടുക്കണം അല്ലാഹ്. അത് ദീന്റെ ഖിദ്മത്തിനാക്കി കൊടുക്കണം റഹ്മാനെ. നീ സ്വീകരിക്കുന്ന അമലാക്കി കൊടുക്കണം റഹ്മാനെ. ഇവരെ ബന്ധപ്പെട്ട കൂട്ടുകുടുംബക്കാരും മരിയക്കളുണ്ട്, അവരെ കുടുംബക്കാരും മോശന്മാരുണ്ട്, അഡ്വക്കേറ്റുമാരുണ്ട്, അവരെ മക്കളുണ്ട്, പഠിക്കുന്നവരുണ്ട്, പഠിപ്പിക്കുന്നവരുണ്ട്. എല്ലാവർക്കും നീ ഖൈറും ബർക്കത്തും നിഅമത്തും നീ ഏറ്റി കൊടുക്കണം റഹ്മാനെ. അതുപോലെ ഇവിടുത്തെ ഉസ്താദന്മാർ, ആലിമീങ്ങൾ, ബന്ധപ്പെട്ട സുരുബയിൽ അങ്ങനെ ബന്ധപ്പെട്ട ഉസ്താദന്മാർ, അതുപോലെ റബ്ബെ മുത്തുപ്പേട്ടയിൽ നിന്ന് വന്ന അവിടുത്തെ ഖാദിമീങ്ങൾ, അതുപോലെ സയ്യിദന്മാർ, സയ്യിദ് ഇവരെ മകനുണ്ട്, അവരങ്ങനെ ബന്ധപ്പെട്ട ഒരുപാട് മുഅ്മിനീങ്ങളും മുഅ്മിനീങ്ങളും മുഹിബ്ബീങ്ങൾ, അവർക്കെല്ലാം നീ ഖൈറും ബർക്കത്തും നിഅമത്തും ഇസ്സത്തും നീ നൽകണം അല്ലാഹ്. തന്ന സമ്പത്ത് ദീന്റെ ഖിദ്മത്തിൽ ചെലവഴിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും നീ തൗഫീഖ് ചെയ്യണം റഹ്മാനെ. സമ്പത്തിനെ പിശുക്കത്തരം കാണിച്ച് നാളെ മുതൽ ഹിസാബ് പറയുന്ന കുടുംബങ്ങളെ നീ പെടുത്തല്ല അല്ലാഹ്. നീ സലാമത്താക്കി തരണം റഹ്മാനെ. ഞങ്ങളെ കടങ്ങളും നീ വീട്ടി തരണം റഹ്മാനെ. ദുന്യവിയായ ഉഖ്റവിയായ ഹക്കുകൾ വീട്ടിയുള്ള മരണവും ജീവിതം നൽകണം റഹ്മാനെ. എല്ലാവിധ വാഹിറും ബാത്തിനുമായ രോഗങ്ങൾ, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, കിഡ്നി ഡയാലിസിസ് പോലത്തത്, അതുപോലെ ബ്രെയിൻ സ്ട്രോക്ക്, അതുപോലെ ക്യാൻസർ പോലത്തെ അങ്ങനെ മാരകമായ പറയപ്പെട്ടതും അറിയപ്പെട്ടതുമായ രോഗങ്ങളെ തൊട്ട് ഉള്ളവർക്ക് നീ ശിഫ കൊടുക്കണം റഹ്മാനെ. ഞങ്ങളെ തൊട്ട് നീ സലാമത്താക്കി തരണം അല്ലാഹ്. തന്ന സമ്പത്ത് ഇങ്ങനെയുള്ള രോഗം തന്ന് ഹോസ്പിറ്റൽ ചെലവഴിക്കുന്ന അവസ്ഥയ്ക്ക് ഞങ്ങളെ നീ എത്തിക്കല്ല അല്ലാഹ്. നീ സലാമത്താക്കി തരണം റഹ്മാനെ. അപ്പം ഇവിടെ ഈ പെട്രോളും ഡീസലെല്ലാം ആയുധം കൊണ്ടുള്ള കളിയാണ്. തീ പോലത്തെ ആ അപകടങ്ങൾ തൊട്ട് നീ സലാമത്താക്കി കൊടുക്കണം റഹ്മാനെ. ഞങ്ങൾ ചെയ്യുന്ന ദീന്റെ ഖിദ്മത്ത്, ഞങ്ങളെ കുട്ടികളും സ്കൂളിൽ മദ്രസ സഫർ സിയാറത്തെല്ലാം പോകുന്നത് വാഹനത്തിലാണ്. ബസ്സും ട്രെയിനും കാറും ഓട്ടോ ഫ്ലൈറ്റ് പോലത്തെ അപകട മരണങ്ങളെ തൊട്ട് ഞങ്ങൾ ഓരോരുത്തരുടെ ജസദുകളെ തൊട്ട് തന്നെ നീ സലാമത്താക്കി തരണം റഹ്മാനെ. നീ സലാമത്താക്കി തരണം അല്ലാഹ്. അബ്ബേ കണ്ണേർ, ശൈത്വാനിയത്ത്, റുഹാനിയത്ത്, സിഹിറിന്റെ ഷെറിൽ നിന്ന് ഇവരെ കച്ചവട ബിസിനസ് മക്കളെ തൊട്ടും ഞങ്ങളെ കച്ചവട ബിസിനസ് ഭാര്യ മക്കൾ കൂട്ടുകുടുംബത്തിനെ തൊട്ടും ഞങ്ങളെ സുന്നത്തമാത്തിന്റെ സ്ഥാപനങ്ങൾ, പള്ളി, ദർസ്, മഹല്ലത്തുകളുള്ള ദീനി സംരംഭങ്ങളെ തൊട്ടും ഓരോരുത്തരുടെ ജസദുകളെ തൊട്ടും നീ സലാമത്താക്കി തരണം അല്ലാഹ്. ആര് ചെയ്തുവോ ചെയ്തവരിലേക്ക് തന്നെ നീ തെറിപ്പിക്കണം റഹ്മാനെ. അത് റബ്ബേ നീ ബാത്തിലാക്കി തരണം റഹ്മാനെ. ഞങ്ങളെ നാവ് ദിക്ർ, സ്വലാത്ത്, ഖുർആൻ ശരീഫ് നാവാക്കണം റഹ്മാനെ. റബ്ബേ ഫിത്ന പറയുന്ന നാവ് നീയാക്കല്ല അല്ലാഹ്. ആഖിറു സമാന്റെ ഫിത്നകൾ തൊട്ട് സോഷ്യൽ മീഡിയ ഫിത്നകൾ തൊട്ട് നീ സലാമത്താക്കി തരണം റഹ്മാനെ. നീ സ്വീകരിക്കണം റഹ്മാനെ. ലോകമെമ്പാടും ശാന്തിയും സമാധാനവും നൽകണം റഹ്മാനെ. റബ്ബേ ഫലസ്തീനും അതുപോലെ ഗസയും അതുപോലെ ഉക്രൈനും ലബനനും അതുപോലെ റഷ്യ എല്ലാം തമ്മിൽ റബ്ബേ മനുഷ്യന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മരണപ്പെടുന്നു. റബ്ബേ മനുഷ്യ കുഞ്ഞുങ്ങളല്ലേ, നമ്മളെപ്പോലത്തെ മനുഷ്യവർഗങ്ങളല്ലേ അവരും.
അല്ലാഹ് നീ സലാമത്താക്കി തരണം റഹ്മാനെ. നീതിമാന്മാരായ ഭരണാധികാര ലോകത്തെവിടെയും നീ നൽകണം അല്ലാഹ്, നീ നൽകണം റഹ്മാനെ. സൗഹാർദ്ദം, പഴയ കാലത്തെ സൗഹാർദ്ദം ഇനിയും നീ നിലനിർത്തി തരണം അല്ലാഹ്. അപ്പൊ എന്നും യുദ്ധം തമ്മിലുള്ളൊരവസ്ഥ നീ ആക്കല്ല റഹ്മാനെ. നീ സലാമത്താക്കി തരണം റഹ്മാനെ. ദുആ നീ സ്വീകരിക്കണം റഹ്മാനെ. അവസാനം ഞങ്ങൾ ഓരോരുത്തരും നന്നായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഞങ്ങളെ മേൽപ്പിക്കണം റഹ്മാനെ. ഹബീബിന്റെ ശഫാഅത്തിലും ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം അല്ലാഹ്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്നിൻ വജ്അൽനാ ലിൽമുത്തഖീന ഇമാമാ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫദ്ലി وبحق ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم بفضل صلى الله عليه وسلم. ಪುತ್ತೂರು ವಿಧಾನಸಭಾ ಕ್ಷೇತ್ರದ ಪೆರ್ನೆ ಎಂಬಲ್ಲಿ ಇವತ್ತು ತಾಜ್ ಫ್ಯೂಯಲ್ ಸೆಂಟರ್ ಎಂಬ ಪೆಟ್ರೋಲ್ ಪಂಪಿನ ಉದ್ಘಾಟನಾ ಸಮಾರಂಭದ ಸಭಾ ಕಾರ್ಯಕ್ರಮದ ಸಭಾ ವೇದಿಕೆಯಲ್ಲಿರುವಂಥ ಈ ತಾಜ್ ಫ್ಯೂಯಲ್ ಸ್ಟೇಷನ್ ಸೆಂಟರ್ನ ಮಾಲಕರಾಗಿರುವಂಥ ಇಕ್ಬಾಲ್ ಅವರೇ, ಗ್ಯಾರಂಟಿ ಸಮಿತಿಯ ಅಧ್ಯಕ್ಷರಾದಂಥ ಉಮಾನ್ ಶೆಟ್ಟಿ ಅವರೇ, ಮೊಹಮ್ಮದ್ ಶಾಕೀರ್ ಅವರೇ, ಸುಲೈಮಾನ್ ಅವರೇ, ಯೂತ್ ಕಾಂಗ್ರೆಸ್ನ ಅಧ್ಯಕ್ಷರಾದಂಥ ಫಾರೂಕ್ ಪೆರ್ನೆ ಅವರೇ, ಆತ್ಮೀಯರಾದಂಥ ಮಿತ್ರದಸ್ರೇ, ಅಬ್ದುಲ್ ಶಾಫಿ ಅವರೇ, ಇಲ್ಲಿ ನಡೆದಿರುವಂಥ ಎಲ್ಲ ನನ್ನ ಪ್ರೀತಿಯ ಬಂಧುಗಳೇ, ಬಹುಶಃ ಪೆರ್ನೆ ಅಭಿವೃದ್ಧಿಯ ಪಥದಲ್ಲಿ ಇದೆ ಅಂತ ಹೇಳ್ಬೋದು. ಒಂದು ಕಡೆ ನ್ಯಾಷನಲ್ ಹೈವೇ 4 ಲೈನ್ ಆಗಿದೆ. ಒಂದು ಬಹುಶಃ ಇನ್ನು ಮಾರ್ಚ್ ಒಳಗೆ ತಲೆಗೆ ನ್ಯಾಷನಲ್ ಹೈವೇ 4 ಲೈನ್ ಆಗಿ ಮಾರ್ಪಾಡಾಗ್ತದೆ. ಇವತ್ತು ಏನು ಫ್ಲೈಟಲ್ಲಿ ಸಂಚರಿಸುವ ಜನಗಳು ಮುಂದಿನ ದಿವಸದಲ್ಲಿ ರಸ್ತೆಯಲ್ಲಿ ಹೋಗಲಿಕ್ಕೆ ಇಷ್ಟಪಡ್ತಾರೆ. ಸಮಯದ ಅವಕಾಶ ಮಾತ್ರ, ಸಮಯ ಸರಿಯಾಗಿ ಅವಕಾಶಗಳಿದ್ದರೆ ಎಲ್ಲರೂ ರಸ್ತೆಯಲ್ಲಿ ಹೋಗಲಿಕ್ಕೆ. ಈಗ ಸಕಲೇಶ್ಪುರದೊಳಗೆ ಒಳ್ಳೆಯ ರಸ್ತೆ ಆಗಿದೆ. ಇದೊಂದು ಸ್ಟ್ರೆಚ್ ಕಂಪ್ಲೀಟ್ ಆದರೆ ಬಹುಶಃ ಇನ್ನಷ್ಟು ವಾಹನಗಳ ಸಂಚಾರ ಇದರಲ್ಲಿ ಹೆಚ್ಚಾಗ್ತದೆ. ಪೆಟ್ರೋಲ್ ಮತ್ತು ಡೀಸೆಲ್ಗೆ ಹೆಚ್ಚಿನ ಬೇಡಿಕೆಗಳು ಮುಂದಿನ ದಿವಸಗಳಲ್ಲಿ ಆಗ್ತದೆ. ಅದರಲ್ಲೂ ಕೂಡ ಇದು MRPL ಔಟ್ಲೆಟ್. MRPL ಔಟ್ಲೆಟ್ ಅಂತ ಹೇಳಿದರೆ ಜನ ಅದನ್ನು ಸ್ವಲ್ಪ ಅದಕ್ಕೆ ಮೆಚ್ಚಿಕೊಂಡು ಆ ಔಟ್ಲೆಟ್ಗೆ ಹೆಚ್ಚಿನ ಜನರಲ್ಲಿ ಬರ್ತಾರೆ. ಇವತ್ತು ಒಳ್ಳೆಯ ಜಾಗದಲ್ಲಿ ಒಳ್ಳೆಯ ಜನರು ಒಳ್ಳೆಯ ಉದ್ಯಮವನ್ನು ಆರಂಭ ಮಾಡಿದ್ದಾರೆ. ಅಂದರೆ ಪೆಟ್ರೋಲ್ ಪಂಪ್ ಉದ್ಯಮ ಅಂತ ಹೇಳಿದ್ರೆ ಮಿನಿಮಮ್ 5,000 ಲೀಟರ್ಗಳನ್ನು ದಿವಸಕ್ಕೆ ಮಾರಿದರೆ ಮಾತ್ರ ಇವ್ರ ಹತ್ರ ನೀವೇನಾದರೂ ಡೊನೇಷನ್ಗೆ ಬರ್ಬೋದು. ಇಲ್ಲಾಂದರೆ ಅಲ್ಲಿವರೆಗೆ ಯಾರು ಅವ್ರ ಹತ್ರ ಬರಬೇಡಿ, ಅವರಿಗೆ ಕೊಡಲಿಕ್ಕೆ ಸಾಧ್ಯ ಇಲ್ಲ. ನನ್ನ ಹತ್ರ 3 ಪೆಟ್ರೋಲ್ ಪಂಪ್ ಇದೆ, ಯಾರು ತೆಗೊಳ್ಳೋರು ಇಲ್ಲ, ನನಗೆ ನಡೆಸಲಿಕ್ಕೆ ಆಗೋದಿಲ್ಲ. ಬೇರೆ ಯಾರು ನಡೆಸಿ ಅಂತ ತೆಗೊಳ್ಳೋರು ಯಾರು ಇಲ್ಲ. ಅದರಲ್ಲಿ 7,000 ಸೇಲಿದೆ, ಆದರೂ ತೆಗೊಳ್ಳುವರಿಲ್ಲ. ಹಾಗೆ ಪೆಟ್ರೋಲ್ ಪಂಪ್ ಉದ್ಯಮ ಅಂತ ಹೇಳಿದ್ರೆ ದಿವಸಕ್ಕೆ ದುಡ್ಡು ಕೌಂಟ್ ಮಾಡುವಾಗ ದೊಡ್ಡದು ಕಾಣ್ತದೆ, ಲಾಭ ಭಾರಿ ಕಡಿಮೆ. ಅದಕ್ಕೆ ಅವರು ಮಿನಿಮಮ್ 5ರಿಂದ ಮೇಲೆ, ನಾನು 5 ಮಿನಿಮಮ್ ಅವರ ಖರ್ಚು ಬ್ರೇಕ್ ಇವನ್ ಹೇಳಿದ್ರೆ 5,000 ಲೀಟ್ರ್ ಮಾರಬೇಕು. ಅವರಿಗೆ ಮಾಹಿತಿ ಇಲ್ಲದಿದ್ದರೆ ನಾನು ಕೊಡೋದು. ನಾನು ಸುಮಾರು 25 ವರ್ಷದಿಂದ ಪೆಟ್ರೋಲ್ ಪಂಪು ಗ್ಯಾಸ್ ಏಜೆನ್ಸಿ ಉದ್ಯಮವನ್ನು ಮಾಡ್ಕೊಂಡು ಬರ್ತಾ ಇದ್ದೇನೆ. ನನ್ನ ಹತ್ರ 3 ಗ್ಯಾಸ್ ಏಜೆನ್ಸಿ ಇದೆ, 3 ಪೆಟ್ರೋಲ್ ಪಂಪ್ ಇದೆ. 4 ಇತ್ತು, ಒಂದನ್ನು ಯಾರಿಗೆ ಧರ್ಮಕ್ಕೆ ಕೊಟ್ಟುಬಿಟ್ಟಿದ್ದೀನಿ. ಹಾಗೆ ಪೆಟ್ರೋಲ್ ಪಂಪ್ ಉದ್ಯಮ ಅಂತ ಕಾಂಪಿಟೇಟಿವ್ ಬಿಸ್ನೆಸ್ ಸರ್ವಿಸ್ ಕೊಡಬೇಕು. ನನ್ನ ಹತ್ರ ಪೆಟ್ರೋಲ್ ಪಂಪ್ ಇದೆ ಅಂತೇಳಿ ಮನೆಯಲ್ಲಿ ಕೂತ್ರೆ ಆಗಲಿಕ್ಕಿಲ್ಲ. ಅವರ ಮಗ ಯುವಕ ಇದ್ದಾನೆ, ಸರ್ವಿಸ್ ಕೊಡಬೇಕು. ಗ್ರಾಹಕರಿಗೆ ಸರ್ವಿಸ್, ಒಳ್ಳೆಯ ವಾಶ್ರೂಮ್ಗಳನ್ನು ಕೊಡಬೇಕು, ಒಳ್ಳೆಯ ಸರ್ವಿಸ್ಗಳನ್ನು ಕೊಡಬೇಕು. ಮಾಲಕ ಎಷ್ಟು ದುಡ್ಡು ಬೇಕು ಹಾಕಿ ಉದ್ಯಮವನ್ನು ಆರಂಭ ಮಾಡಬೇಕು. ಅಲ್ಲಿ ಕೆಲಸ ಮಾಡುವವರು ಕೂಡ ಅದು ನನಗೆ ಅನ್ನ ಕೊಡುವಂಥ ಉದ್ಯಮ, ಅದನ್ನು ನಾವು ನೋಡ್ಕೊಳ್ಬೇಕು ಅಂತ ಮನೋಭಾವನೆ ಅವ್ರ ಹತ್ರಲ್ಲೂ ಕೂಡ ಬರಬೇಕು. ಅದರಿಂದ ಮಾತ್ರ ಉದ್ಯಮವನ್ನು ಮೇಲೆ ತರಲಿಕ್ಕೆ ಸಾಧ್ಯ. ಅದರಿಂದ ನೀವು ನಿಮ್ಮ ಇಲ್ಲಿ ಕೆಲಸ ಮಾಡುವಂಥವರು
ಒಳ್ಳೆಯ ರೀತಿಯಲ್ಲಿ ಸೇವೆಯನ್ನು ಕೊಟ್ಟರೆ ಯಶಸ್ವಿ ಆಗಲಿಕ್ಕೆ ಇಲ್ಲಿ ಏನು ತೊಂದರೆ ಇಲ್ಲ. ಯಾಕಂದರೆ ಹಾರ್ಟ್ ಆಫ್ ದ ಮೇಯ್ನ್ ರೋಡ್, ನ್ಯಾಷನಲ್ ಹೈವೇ, ಎಲ್ಲರೂ ಬರುವಂಥ ಜಾಗ, ಉದ್ದಕ್ಕೆ ಒಳ್ಳೆಯ ಜಾಗ ಇದೆ, ವಾಹನಗಳು ಬೇಕಾದಷ್ಟು ಇದೆ. ಮುಂದಿನ ದಿವಸದಲ್ಲಿ ಪಕ್ಕದಲ್ಲಿ ಚೇಂಜ್ ಆಫ್ ರೆವಲ್ಯೂಷನ್ ನಡೀತಾ ಇದೆ, ಬ್ಯಾಟ್ರಿ ಸೆಗ್ಮೆಂಟ್ ಜನ ಹೋಗ್ತಾ ಇದ್ದಾರೆ. ಸೊ ಪಕ್ಕದಲ್ಲಿ ಜಾಗ ಇದ್ದರೆ ಇನ್ನಷ್ಟು ಚಾರ್ಜಿಂಗ್ ಸ್ಟೇಷನ್ಗಳನ್ನು ಕೂಡ ಮಾಡಿದರೆ ಒಳ್ಳೆಯ ಉದ್ಯಮಗಳು ಮುಂದಿನ ದಿವಸಕ್ಕೆ ಆಗ್ತದೆ. ಪಾರ್ಕಿಂಗ್ ವ್ಯವಸ್ಥೆಗಳನ್ನು ಮಾಡಿದರೆ ಇವತ್ತು ನಮಗೆ ಅತ್ಯಂತ ಸಂತೋಷ. ಯಾಕಂತ ಹೇಳಿದ್ರೆ ನಮ್ಮ ಕಾನ್ಸ್ಟಿಟ್ಯೂನ್ಸಿಗೆ ನಮ್ಮವರಿಗೆ ಒಂದು 4 ಜನರಿಗೆ ಕೆಲಸ ಕೊಡುವಂಥ ಒಂದು ಉದ್ಯಮ, ಟ್ಯಾಕ್ಸ್ ಕಟ್ಟುವಂಥ ಒಂದು ಉದ್ಯಮ, ಊರಿನವರಿಗೆ ಕೆಲಸ ಕೂಡ ಕೊಟ್ಟಿದ್ದಾರೆ. ಅದರಿಂದ ನಾವೆಲ್ಲ ತುಂಬು ಮನಸ್ಸಿನಿಂದ ನಿಮ್ಮ ಈ ಉದ್ಯಮಕ್ಕೆ ಶುಭವನ್ನು ಹಾರೈಸ್ತೇವೆ. ಉತ್ತರೋತ್ತರ ಅಭಿವೃದ್ಧಿ ಆಗಬೇಕು. ಇನ್ನೂ 10 ಪೆಟ್ರೋಲ್ ಪಂಪ್ಗಳು, ಮುಂದೆ ಗ್ಯಾಸ್ ಸ್ಟೇಷನ್ಗಳು ಎಲ್ಲ ಬರಲಿ. ನಮ್ಮ ಪೂರ್ತಿ ಮಟ್ಟದ ಸಹಕಾರ ನಾನು ನಿಮಗೆ ಕೊಡ್ತೇನೆ. ಇವತ್ತು ಸೋಮವಾರ ನಾನು ಎಲ್ಲಿಗೂ ಹೋಗೋದಿಲ್ಲ. ಉಮಾನ ಶೆಟ್ಟರು ಬೆಳಿಗ್ಗೆ ನನಗೆ ಫೋನ್ ಮಾಡಿ ಓಡೆ ಪೋಯ್ಚಲ್ಲ ನಾವು ಇಲ್ಲಿ ಬರೋಡೆ ಅಂತ ಹೇಳಿದ್ದಕ್ಕೆ, ನಿಮ್ಮವರು ಬಂದು ಪ್ರೀತಿಯಿಂದ ನಿನ್ನ ಕರೆದದ್ದಕ್ಕೆ ನಾನು ಈ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಬಂದಿದ್ದೀನಿ. ಶುಭವನ್ನು ಹಾರೈಸ್ತೇನೆ. ನೀವೆಲ್ಲ ಮುಂದುವರಿಸಬೇಕು, ನನಗೆ ಹೋಗಲಿಕ್ಕೆ ಅನುಮತಿ ಕೊಡಬೇಕಂತ ನಿಮ್ಮ ಹತ್ರ ಕೇಳಿಕೊಂಡು ನನ್ನ ಮಾತನ್ನು ಮುಗಿಸ್ತೀನಿ. ಜೈ ಹಿಂದ್. ಶುಭಾರಂಭಗೊಂಡ ತಾಜ್ ಫ್ಯೂಯಲ್ ಸೆಂಟರ್ MRPL ಫ್ಯೂಯಲ್ ಸ್ಟೇಷನ್ ಪೆರ್ನೆ ಈಗಾಗಲೇ ನಮಗೆ ಶುಭಾರಂಭಗೊಂಡಿದೆ. ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಆಗಮಿಸಿದ ಎಲ್ಲ ಗಣ್ಯ ವ್ಯಕ್ತಿಗಳು ಹಾಗೂ ಧಾರ್ಮಿಕ ಗುರುಗಳು ಎಲ್ಲರಿಗೂ ಶುಭಾರೈಕೆಯನ್ನು ಹಾರೈಸ್ತಾ, ಇನ್ನು ಮುಂದೆ ಕೂಡ ನಮಗೆ ಒಳ್ಳೆಯ ರೀತಿಯ ಸಹಕಾರವನ್ನು ಕೊಡಬೇಕು. ಊರಿನವರ ಸಹಕಾರ ಹಿಂದೆಯೂ ಸಿಗಿದೆ, ಇನ್ನು ಮುಂದಕ್ಕೂ ಒಳ್ಳೆಯ ರೀತಿಯ ಸಹಕಾರ ಸಿಗ್ತದೆ ಎಂದು ನಾವು ಬಯಸಿದ್ದೇವೆ. ನಮ್ಮಲ್ಲಿ ಒಳ್ಳೆಯ ರೀತಿಯ MRPL IQ ಅಂದರೆ ಒಳ್ಳೆಯ ರೀತಿಯ ಸೇವೆಯನ್ನು ನಾವು ಸಲ್ಲಿಸ್ತೇವೆ. ಎಲ್ಲ ಸರ್ವಿಸುಗಳನ್ನು ಲಭ್ಯವಾಗಿಸ್ತಾ ಇದ್ದೇವೆ. ಊರಿನವರಾದ ತಾವೆಲ್ಲರೂ ಇದಕ್ಕೆ MRPL IQ ಪೆಟ್ರೋಲ್ ಮತ್ತು ಡೀಸೆಲ್ ಎಲ್ಲ ಸರ್ವಿಸ್ಗಳನ್ನು ಇಲ್ಲಿ ಬಂದು ಸಹಕರಿಸಬೇಕಾಗುತ್ತೆ ವಿನಂತಿಸ್ತೇವೆ. ನಮ್ಮ ಪೆಟ್ರೋಲ್ ಪಂಪು ಬೆಂಗಳೂರು ಮಂಗಳೂರು ಹೋಗುವ ರಾಷ್ಟ್ರೀಯ ಹೆದ್ದಾರಿಯಲ್ಲಿದ್ದು ಈ ಪಂಪನ್ನು ನೀವು ಪ್ರೀತಿಯಿಂದ ಸದುಪಯೋಗಗೊಳಿಸಬೇಕಾಗಿ ವಿನಂತಿಸುತ್ತೇವೆ. ಧನ್ಯವಾದಗಳು.